നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കൊട്ടിയൂരിൽ കഴുത്തു മുറിച്ചു വനത്തിലേക്ക് ഓടിപ്പോയി മധ്യവയസ്കനെ ഉൾവനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുടുംബ പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് മധ്യവയസ്കനെ നയിച്ചത്. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പായത്തോട് സ്വദേശി രാജേന്ദ്രനാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കഴുത്ത് മുറിച്ചുകൊണ്ട് രാജേന്ദ്രൻ വനത്തിലേക്ക് ഓടിയത്. ഭാര്യ വീട്ടിലായിരുന്നു രാജേന്ദ്രൻ. ഇവിടെ നിന്നാണ് ഈ സാഹസം കാണിച്ചത്. ഭാര്യ വീട്ടിലായിരുന്ന രാജേന്ദ്രൻ സ്വയം മുറിവേൽപ്പിച്ച ശേഷം കൊട്ടിയൂർ റിസർവ് വനത്തിലെ 1967 തേക്ക് പ്ലാന്റേഷൻ ഭാഗത്തേക്ക് ഓടി. സംഭവം അറിഞ്ഞ് മണത്ത സെക്ഷൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കൊട്ടിയൂർ പോലീസും നാട്ടുകാരും ചേർന്ന് വനത്തിനുള്ളിൽ വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ വനത്തിനുള്ളിലെ പ്ലാന്റേഷൻ ഭാഗത്തു നിന്നും ഇയാളുടെ കരുതുന്ന രക്തക്കറ പുരണ്ട ടീഷർട്ട് കണ്ടെത്തി. തുടർന്ന് RRT സംഘം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. പക്ഷെ രാജേന്ദ്രനെ കണ്ടെത്താൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടെ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചും വനത്തിനുള്ളിൽ വിശദമായ പരിശോധന നടത്തിയതാണ്. വനം വകുപ്പിന്റെ കൊട്ടിയൂർ റേഞ്ച്, കൊട്ടിയൂർ വൈൽഡ് ലൈഫ് യൂണിറ്റ്, RRT എന്നിവരും പോലീസും നാട്ടുകാരും ചേർന്നാണ് രാത്രി വൈകുവോളം തിരച്ചിൽ നടത്തിയത്. എന്നാൽ വെളിച്ചക്കുറവുണ്ടായിരുന്നു. വന്യമൃഗ സാന്നിധ്യമുള്ള വനമേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിലെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയോടെയാണ് വനത്തിനുള്ളിൽ വിപുലമായ തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വന്യമൃഗങ്ങൾ ആക്രമിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചില്ല. വനത്തിൽ നിന്നും മൃതദേഹം പുറത്തെത്തിച്ച് കൂടുതൽ പരിശോധന നടത്തിയാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനാകുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. കുടുംബ പ്രശ്നമാണ് കഴുത്തു മുറിക്കാൻ കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. അതേസമയം നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കോഴിക്കോട് കൂരാച്ചുണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ ദുഃഖകരമായ സംഭവം ഉണ്ടായിരിക്കുന്നു. കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തിയ വിനോദസഞ്ചാര സംഘത്തിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി പുഴയിൽ മുങ്ങി മരിച്ചു. കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഫറൂഖ് സ്വദേശികളുടെ മകൾ അബ്രാറയാണ് മരിച്ചത്. 6 വയസ്സായിരുന്നു. ഫറൂഖ് ചന്ത LP സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 3-ന് കരിയാത്തുംപാറ ബീച്ച് മേഖലയിലാണ് ട്രാവലറിൽ സംഘം എത്തിയത്. കുട്ടിയുടെ ഉമ്മ ഉൾപ്പെടെ പുഴയുടെ കരയിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അബ്രാറ മറ്റു കുട്ടികൾക്കൊപ്പം പുഴയിലെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു. അതിനിടയിലാണ് അപകടമുണ്ടായത്. പുഴയിൽ വിദ്യാർത്ഥിനിയുടെ കാൽമുട്ടിനൊപ്പം വെള്ളം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷ നൽകി കുരാച്ചുണ്ടിൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വളരെയധികം വേദനാകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ വേദനിപ്പിച്ച മറ്റൊരു വാർത്തയാണ് സുഹാന്റെ മരണ വാർത്ത. അതിലെ ദുരൂഹതകൾ മാറണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സുഹാനു വേണ്ടി നാടൊന്നാകെ തിരച്ചിൽ നടത്തുമ്പോൾ ഒട്ടേറെ തവണ നഗരസഭയുടെ വലിയ കുളത്തിന് സമീപത്ത് കൂടി ആളുകൾ പോയിരുന്നു. ആ കുളത്തിലായിരുന്നു പിന്നീട് സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. പക്ഷെ ആ കുളത്തിലേക്ക് ഒരു അന്വേഷണം പോയില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ തുടങ്ങിയ തിരച്ചിൽ 21 മണിക്കൂർ പൂർത്തിയാക്കിയപ്പോഴാണ് നാട്ടുകാർ കുളിക്കാനും തുണി അലക്കാനും ഉപയോഗിക്കുന്ന കുളത്തിന്റെ മധ്യഭാഗത്തായി കുഞ്ഞു സുഹാന്റെ മൃതദേഹം കണ്ടെത്തിയത്. സുഹാനു വേണ്ടി പ്രദേശത്തെ കുളങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തുടക്കം മുതൽ പരിശോധന നടത്തിയത്. ശനിയാഴ്ച ഡോഗ് സ്ക്വാഡ് സമീപത്തെ മറ്റൊരു കുളത്തിന്റെ വരമ്പ് വരെ മണം പിടിച്ച് ചെന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധിക്കാൻ തീരുമാനമായത്. വീടിന് സമീപത്തായി 5ഓളം ആമ്പൽ കുളങ്ങളാണ് ഉണ്ടായിരുന്നത്. ആമ്പൽ കുളങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോഴും ഇപ്പോഴും അതായത് മൃതദേഹം കണ്ടെത്തിയ കുളം പരിശോധിച്ചിരുന്നില്ല. ഇതിന് ഒട്ടേറെ കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാന കാരണം ഇവിടേക്ക് പോലീസ് നായ എത്തിയില്ല എന്നതും വീടിന് 700 മീറ്റർ അകലെയുള്ള കുളത്തിലേക്ക് കുട്ടി നടന്നെത്താൻ സാധ്യതയില്ലെന്നതും രക്ഷാപ്രവർത്തനം നടത്തിയവർ കരുതി. എന്തായാലും വളരെ വേദനാകരമായ സംഭവമാണ് ഉണ്ടായത്. സുഹാന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ അതിലൊരു വ്യക്തത വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.